നമസ്കാരം. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്ന പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം നിരവധി പേരാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആക്രമണവും പ്രത്യാക്രമണവുമായി യുദ്ധം അങ്ങനെ നീണ്ടുപോകുമ്പോൾ ഇരുപക്ഷത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പ്രസ്താവനകൾ പുറത്തു വരുന്നുണ്ട്. US-ഇസ്രായേൽ സംയുക്ത സംഘർഷത്തിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെ നഷ്ടപ്പെട്ടിട്ടും പശ്ചിമേഷ്യൻ ഇറാൻ നടത്തുന്ന ശക്തമായ തിരിച്ചടികൾ ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി ഇറാൻ വളർത്തിയെടുത്ത ആയുധ ശേഖരം കൊണ്ടാണ് ഇത്തരമൊരു പ്രതികരണം സാധ്യമായത്. ഇറാന്റെ ആയുധ ശേഖരം തകർത്തെന്ന് ഇസ്രയേലും അമേരിക്കയും അടക്കം അവകാശപ്പെടുമ്പോഴും ഓരോ ദിവസവും കൂടുതൽ മിസൈലുകൾ പായിച്ച് വൻ പ്രതിരോധമാണ് ഇറാൻ തീർക്കുന്നത്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം മാരക പ്രഹരശേഷിയുള്ള ഫത്ത-2 എന്ന മിസൈലിന്റെ വൻ ശേഖരം തന്നെ പുറത്തെടുക്കാൻ ഒരുങ്ങുകയാണെന്നാണ് പറയപ്പെടുന്നത്. ടെൽ അവീവ് ലക്ഷ്യമാക്കി ഈ മിസൈലുകൾ തൊടുക്കാൻ ഒരുങ്ങുകയാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബങ്കറിലേക്ക് മാറിയിരിക്കാമെന്നുമാണ് വിയോൺ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അത് വൻ നാശനഷ്ടങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് ഉറപ്പാണ്. നിലവിൽ ഇസ്രായേലിലെ ജനങ്ങൾക്ക് റെഡ് അലർട്ട് നൽകിയതായും വാർത്തകളുണ്ട്. യുദ്ധം എത്രകാലം നീണ്ടാലും പ്രതിരോധം അവസാനിപ്പിക്കാനോ കീഴടങ്ങാനോ ഇല്ലെന്ന നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. അതിനർത്ഥം ഇനിയും പുറത്തെടുക്കാത്ത വൻ ആയുധശേഖരം ഇറാന്റെ പക്കൽ ഉണ്ടെന്നുള്ളതാണ്. മാത്രമല്ല, ഈ വൻ ആയുധ ശേഖരത്തിന് പിന്നിൽ ചൈനയുടെ സഹായമുണ്ടെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. തീരുന്ന മുറയ്ക്ക് ചൈനയിൽ നിന്നും ആയുധങ്ങൾ എത്തുമെന്നുമാണ് വാർത്തകൾ. തങ്ങളെ ആക്രമിച്ച ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആസ്തികൾക്ക് നേരെ മാത്രമല്ല UAE, ഒമാൻ, ബഹ്റിൻ, സൗദി അറേബ്യ തുടങ്ങിയ 11 രാജ്യങ്ങളിലെ ലക്ഷ്യസ്ഥാനങ്ങൾക്ക് നേരെയും ഇറാന്റെ ആക്രമണമുണ്ടായി. ഇറാന്റെ പ്രധാന കമാൻഡ് സെന്റർ തകർക്കപ്പെട്ടെങ്കിലും മറ്റു ഉപവിഭാഗങ്ങൾ ഇപ്പോഴും ശക്തമായ ആക്രമണം തുടരുകയാണ്. ഷഹീദ് ക്ലാസ് കാമികാസെ ഡ്രോണുകൾ മുതൽ ഫത്ത ക്ലാസ് ഹൈപ്പർസോണിക് മിസൈലുകൾ വരെ ഇറാന്റെ പക്കലുണ്ട്. ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തുന്നതിന്റെ തലേന്ന് ചൈന ഇറാന് ആയുധങ്ങൾ നൽകിയതായി മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്തിരുന്നു. ചൈനീസ് നിർമ്മിത മിസൈലുകൾക്കായി ഇരു രാജ്യങ്ങളും കരാറിലെത്തുകയും ചെയ്തിരുന്നു. ഇറാന്റെ പല ആയുധങ്ങളും പഴയ ചൈനീസ് ഡിസൈനുകളുടെ പരിഷ്കരിച്ച രൂപങ്ങളോ ചൈനീസ് ഘടകങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചവയോ ആണെന്നുള്ളത് യുദ്ധമുഖത്തെ അവശിഷ്ടങ്ങളിൽ നിന്ന് വ്യക്തമാണ്. 1979 മുതൽ 89 ഇറാഖ് ഇറാൻ യുദ്ധകാലത്താണ് ടെഹ്റാൻ ആദ്യമായി ചൈനീസ് ആയുധങ്ങൾ കൈവശപ്പെടുത്തിയത്. 86 പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാന് ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ചൈന HY-2 ആന്റി-ഷിപ്പ് മിസൈലുകൾ ഇറാന് നൽകി. പിന്നീട് വിമാനങ്ങളും പീരങ്കികളും ഉൾപ്പെടെ വലിയ ഒരു ശതമാനം ആയുധങ്ങളും ചൈനയിൽ നിന്നാണ് ഇറാനിലേക്ക് എത്തിയത്. 2005 ആണവ വ്യാപന നിരോധന കരാറുമായി ബന്ധപ്പെട്ട ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധം വന്നതോടെ നേരിട്ടുള്ള ആയുധ വിൽപ്പന ചൈന നിർത്തിവെച്ചിരുന്നു. ഇറാൻ പോലെയുള്ള ഉപരോധിത രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ വിൽക്കാൻ ചൈന താല്പര്യപ്പെടുന്നില്ലെങ്കിലും മറ്റു വഴികളിലൂടെ അവർ സഹായം നൽകുന്നുണ്ട്. ഉദാഹരണത്തിന് മൈക്രോ ചിപ്പുകൾ, ഇലക്ട്രോണിക് ഘടകങ്ങൾ, നാവിഗേഷൻ സംവിധാനങ്ങൾ തുടങ്ങിയ ഇരട്ട ഉപയോഗ ഘടകങ്ങൾ അവർ ഇപ്പോഴും ഇറാന് നൽകുന്നുണ്ട്. മിസൈലുകൾക്കുള്ള ഖര ഇന്ധനം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സോഡിയം പെർക്ലോറേറ്റ് ചൈന ഇറാനിലേക്ക് അയക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിനു പകരമായി ഇറാനിൽ നിന്നുള്ള ക്രൂഡ് ഓയിലിന്റെ 90% ചൈനയിലേക്കാണ് ഒഴുകുന്നത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാം തകർക്കുക എന്നതാണ് ഇപ്പോൾ അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം. തങ്ങളുടെ ആണവ പദ്ധതിയെ സംരക്ഷിക്കാനുള്ള ഒരു കവചമായാണ് ഇറാൻ ഈ ആയുധ ശേഖരത്തെ ഉപയോഗിക്കുന്നതെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. ഇറാൻ US-ലെത്താൻ കഴിയുന്ന മിസൈലുകൾ നിർമ്മിക്കാൻ പ്രവർത്തിക്കുന്നുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ പുതിയ സ്റ്റേറ്റ് ഓഫ് ദി യൂണിയൻ പ്രസംഗത്തിൽ പറഞ്ഞതായി BBC റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹം കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല. എന്നാൽ തങ്ങളുടെ മിസൈലുകളുടെ പരിധി 2000 കിലോമീറ്ററായി നിശ്ചയിച്ചിട്ടുണ്ടെന്നും ഇത് പ്രതിരോധത്തിന് മാത്രമാണെന്നുമാണ് ഇറാന്റെ നിലപാട്. ആക്രമണങ്ങൾ ഉണ്ടാകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു അഭിമുഖത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു.